അപ്പം നമ്മുടെ ഏജൻസി നമ്മളെ ചതിച്ചു. നമ്മൾ 1 ലക്ഷം രൂപ അങ്ങനെ പോയി കിട്ടി. അങ്ങനെ കാനഡ സ്വപ്നം ബാക്കിയായി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പ്രിജി. ലാസ്റ്റ് വ്ളോഗിന് നല്ല റെസ്പോൺസ് കിട്ടി, ഒത്തിരി സന്തോഷമായി. നമ്മുടെ വ്ളോഗിന് ലൈക്ക് തരാനും കമൻറ്റ് ചെയ്യാനും ഒത്തിരി പേര് സമയം കണ്ടെത്തി. അവർക്കെല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്. പിന്നെ ഒത്തിരി ഫ്രണ്ട്സ് കമൻറ്റിൽ കൂടെ സജഷൻസും പിന്നെ അവരുടെ ഡൗട്ട്സും ഒക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാ ഫ്രണ്ട്സിനോടും എൻ്റെ സന്തോഷവും നന്ദിയും അറിയിക്കുന്നു. അപ്പോൾ ഒത്തിരി പേര് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ഏത് കൺസൾട്ടൻസി വഴിയാണ് PR എടുത്തതെന്ന്. ഇപ്പൊ ഏജൻസികളൊക്കെ ന്യൂസ് പേപ്പറിൽ വലിയ അഡ്വർടൈസ്മെന്റ് ആണല്ലോ കൊടുക്കുന്നത്. ലാസ്റ്റ് വീക്ക് നമ്മുടെ പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ സസന്തോഷം കാനഡ എന്ന് പറഞ്ഞൊരു വലിയ പരസ്യം കണ്ടു. അപ്പൊ ആ ഒരു പരസ്യത്തിന് അത്രയും പൈസ ആ ഏജൻസി മുടക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും അറിയാം കേരളത്തിലെ സ്റ്റുഡൻസും അവരുടെ പേരൻസും എത്ര ഡെസ്പറേറ്റ് ആണ് കാനഡയ്ക്ക് വരാനെന്ന്, അല്ലെ? സസന്തോഷം കാനഡ എന്നായിരുന്നു ടാഗ്. നമ്മളെപ്പോലെ കാനഡയെ സെറ്റിൽ ആയിട്ടുള്ളവരൊക്കെ സന്തോഷത്തിലാണ്. പക്ഷെ ഇനി വരുന്ന സ്റ്റുഡൻസും പേരൻസും ഹാപ്പി ആകുമോ എന്നുള്ളത് ഒരു ക്വസ്റ്റ്യനാണ് കേട്ടോ. അവരുടെ പരസ്യത്തിൽ ഒരു സെന്റൻസ് ഉണ്ടായിരുന്നു, കാനഡയിലെ ഹെൽത്ത് കെയർ ഒക്കെ അടിപൊളിയാണെന്ന്. അത് കണ്ടപ്പോൾ ചിരി വന്നു. കാര്യം ഇവിടെ ജീവിക്കുന്ന നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് കെയർ പൊളിഞ്ഞു കിടക്കുന്നതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഏജൻസി അവിടെ നിന്ന് കയറ്റി വിടും. പക്ഷെങ്കിൽ ഇവിടെ വന്ന് നമ്മളാണ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്, ഫീസ് പേ ചെയ്യേണ്ടത്, പിന്നെ ജോലി കണ്ടുപിടിക്കണം, PR കിട്ടാൻ വേണ്ടി ട്രൈ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ മാസ്റ്റേഴ്സ് എടുക്കണം. അങ്ങനെ ഒത്തിരി കടമ്പകൾ നമ്മുടെ മുമ്പിലോട്ട് കാണും. അപ്പൊ ഇതൊക്കെ വരുന്ന സ്റ്റുഡൻസിന്റെ ഉത്തരവാദിത്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ സെലക്ട് ചെയ്യുന്ന കോഴ്സ് എപ്പോഴും സ്റ്റുഡൻസിന്റെ ഒരു ഇൻട്രസ്റ്റിലുള്ളതായിരിക്കണം. പിന്നെ ഇവിടുത്തെ ജോബ് മാർക്കറ്റിൽ യൂസ്ഫുൾ ആണോ, പഠിത്തമെല്ലാം കഴിഞ്ഞിട്ട് ഫ്യൂച്ചറിൽ ജോബ് ചെയ്യേണ്ടത് നമ്മളാണ്. അപ്പൊ നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ലാത്ത ജോലിയായി പോവല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഏജൻസികൾ പറയുന്നത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കില്ല. നമ്മുടേതായ കാര്യങ്ങൾ, നമ്മളെ കൊണ്ട് പറ്റാവുന്ന കാര്യങ്ങൾ, ഇതിനെപ്പറ്റിയൊക്കെ ഒരു ബോധം നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ ഒരു കുഞ്ഞു PR സ്റ്റോറിയാണ്. അപ്പൊ ഒരു 15 വർഷം മുമ്പൊക്കെ നാട്ടിൽ അങ്ങനെ ഏജൻസികളോ കൺസൾട്ടൻസികളോ ഒന്നും വലിയ കോമ്പറ്റീഷൻ ഒന്നും ഇല്ല കാനഡയ്ക്കും ഓസ്ട്രേലിയക്കും ഒന്നും കയറ്റിവിടാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ടൈമിലൊക്കെ നമുക്ക് ഈ PR കിട്ടാനുള്ള എക്സാക്ട് പ്രോസസ്സിനൊന്നും വലിയ ക്ലാരിറ്റിയോ ആ സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നോ ഒന്നും അങ്ങനെ പ്രത്യേകിച്ച് വലിയ കൂടുതൽ അറിവൊന്നുമില്ല. അപ്പൊ ആ സമയത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും ഞാനും ഒക്കെ ബാംഗ്ലൂർ ഞങ്ങൾ ഫാമിലി ആയിട്ട് സെറ്റിൽഡാണ്. അപ്പൊ ഞാനും അവളും 6 വർഷം സെയിം കോളേജിൽ പഠിച്ചു, സെയിം കോഴ്സ്, സെയിം ജോബ് പ്രൊഫൈല്. ആ വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ആ ചേട്ടി ഓസ്ട്രേലിയയില് രാജ്ഞി അല്ലെങ്കിലും രാജ്ഞിയുടെ പേരൊക്കെ ഇട്ടേക്കുന്നത് ഡയാന എന്ന്. അപ്പൊ അവള് പറഞ്ഞു അവളിങ്ങനെ ബാംഗ്ലൂർ മടുത്തു, ഓസ്ട്രേലിയൻ PR ട്രൈ ചെയ്യുവാണ്. പുള്ളിക്കാരുടെ കസിൻ ഓസ്ട്രേലിയ സെറ്റിൽഡ് ആണ് ആ ടൈമില്. അതുകൊണ്ടാണ് ആ ഓസ്ട്രേലിയ എന്നുള്ളൊരു ഇത് ചൂസ് ചെയ്തത്. അപ്പൊ എന്നോട് പറഞ്ഞു, നീയും ബാംഗ്ലൂർ വിട്ടോ, നമുക്ക് ഓസ്ട്രേലിയൻ PR എടുക്കാം. പ്രൊഫഷണലി നമുക്ക് ഒരു ഹെൽത്തി ലൈഫ് കിട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് നമ്മൾ ഫോറിനിൽ എവിടെയെങ്കിലും പോകുന്നതായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ആ ടൈമിൽ ഞാൻ അത്ര മടുത്തിട്ടൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് അത്രയും ഒരു ഇത് തോന്നിയില്ല പുള്ളിക്കാരി പറഞ്ഞപ്പോഴും. ഇപ്പൊ നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് ഒരു IT പ്രൊഫഷണലി ബാംഗ്ലൂരൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എക്സ്പെക്ടേഷൻസ് ഹൈ ആയിരുന്നു. അങ്ങനെ നമ്മൾ പെയ്യെ തിരിച്ചറിഞ്ഞു, ബാംഗ്ലൂർ ലൈഫ് നമ്മുടെ എക്സ്പെക്ടേഷൻസ് അങ്ങനെ അങ്ങോട്ട് മീറ്റ് ചെയ്യുന്നില്ല. ഭീകര പൊല്യൂഷൻ, ഫുൾ ടൈം തുമ്മലും ചീറ്റലും. പിന്നെ നമ്മുടെ ഈ ഫ്ലാറ്റ് ജീവിതവും നമ്മൾ ബോറടിച്ചു. പിന്നെ ഭീകര ട്രാഫിക്. ഓഫീസിലോട്ട് പോകാൻ 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെ രാവിലെ കാറെ കയറി കഴിഞ്ഞാൽ 45 മിനിറ്റ് കഴിഞ്ഞാൽ ചെല്ലത്തുള്ളൂ ഓഫീസിൽ. നമ്മൾ കാറും കൊണ്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു 4 ഓട്ടോക്കാര് കുറുകെ കാണും. ഇതൊക്കെ റോഡിലെ സാഹസങ്ങളാണ്. പിന്നെ നമ്മുടെ സൈഡിലും ചുറ്റിലും പുറകിലുമായിട്ട് ഒരു 10 ബൈക്കുകാർ കാണും. ആരും ഈ ലൈനൊന്നും കീപ്പ് ചെയ്യാതാണല്ലോ പോകുന്നത് ആ സമയത്ത്. പിന്നെ തേരാപ്പാര ഫ്രീഡവുമായിട്ട് റോഡിൽ കൂടെ പട്ടികളും പശുക്കളും, അത് വേറെ. അങ്ങനെ എല്ലാവരും ഇങ്ങനെ മുട്ടിയില്ല എന്ന് പറഞ്ഞാണ് നീങ്ങുന്നത്. അങ്ങനെ നമ്മൾ ഈ ജെമിനി സർക്കസിലൊക്കെ പങ്കെടുത്ത ക്ഷീണത്തിൽ ഓഫീസിൽ ചെല്ലുന്നു. ഈ റോഡ് ഷോ കഴിഞ്ഞ് നമ്മൾ ഓഫീസിലെത്തുമ്പോൾ അവിടെ വേറെ ഷോയാണ്. അൺപ്രൊഫഷണലായ കുറെ മാനേജ്മെന്റും കുറെ ആൾക്കാരും. അങ്ങനെ നമ്മൾ അകത്തെ പൊളിറ്റിക്സും കണ്ട് മടുത്തു. അങ്ങനെയൊക്കെയുള്ള ഓരോരോ കാരണങ്ങളിൽ നമ്മളും അങ്ങ് തീരുമാനിച്ചു, ശരി പെട്ടെന്ന് അങ്ങ് ഇന്ത്യ വിട്ടുപോയേക്കാം. അപ്പൊ എന്റെ ഫ്രണ്ട് ഏജൻസി വഴി അപ്ലൈ ചെയ്ത് അവർക്ക് വിത്തിൻ 1 ഇയർ PR റെഡിയായി. അപ്പൊ നമ്മൾ ഓർത്തു, ഇതൊക്കെ ഈസി പ്രോസസ്സാ അല്ലേ, എന്നാൽ പിന്നെ നമുക്കും അങ്ങ് സ്റ്റാർട്ട് ചെയ്തേക്കാമെന്ന്. അങ്ങനെ നമ്മളും ആ സെയിം കൺസൾട്ടൻസി അപ്രോച്ച് ചെയ്തു. നമ്മളെ കണ്ടപ്പം തന്നെ എല്ലാം ഈസിയാണ്, നാളെ തന്നെ PR കിട്ടുമെന്നുള്ളതാണ് അവർ തന്നൊരു ഉറപ്പ്. പ്രത്യേകിച്ച് പ്രോബബിലിറ്റിയോ സംശയങ്ങളോ ഒന്നും നമ്മളോട് പറയുന്നില്ല, എല്ലാം പെർഫെക്റ്റ്. അപ്പൊ എത്രയും പെട്ടെന്ന് നമ്മൾ അവരുടെ ഫീസ് കൊടുക്കുന്നോ അത്രയും പെട്ടെന്ന് അവര് നമ്മുടെ PR വർക്ക് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഒരു 1 lakh rupees ട്രാൻസ്ഫർ ചെയ്തു അവരുടെ അക്കൗണ്ടിലോട്ടെന്ന് പറഞ്ഞു. ആക്ച്വലി ആ ടൈമിലൊക്കെ അതൊരു ഹ്യൂജ് എമൗണ്ടാണ്. നമ്മുടെ ഹാർഡ് ഏൺഡ് മണി ഒരു ഏജൻസിക്ക് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഒക്കെ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഫ്യൂച്ചർ സെറ്റിൽ ആക്കാൻ വേണ്ടിയാണല്ലോ എന്നുള്ള ഒരു തോട്ടുണ്ടല്ലോ. പിന്നെ അന്നൊക്കെ എന്ന് വെച്ചാൽ ഒത്തിരി കൺസൾട്ടൻസികളും ഇല്ല. അപ്പൊ നമ്മൾ വലിയ റിസർച്ച് ഒന്നും നടത്താൻ പോയില്ല. നമ്മുടെ ഫ്രണ്ടിന് വിസ കിട്ടിയത് കൊണ്ട് നമ്മൾ പറ്റിക്കപ്പെടുത്ത
കിട്ടത്തില്ല എന്നുള്ളൊരു വിശ്വാസം. പിന്നെ വേറൊരു പ്രശ്നം, നമ്മളും എത്രയും പെട്ടെന്ന് രാജ്യം വിടണം എന്ന മെന്റാലിറ്റിയിൽ ഇങ്ങനെ ഇരിക്കുമ്പം നമ്മുടെ പകുതി കണ്ണ് അടഞ്ഞിരിക്കുമായിരിക്കും. സത്യമല്ലേ? അപ്പം നമ്മൾ പൈസ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞിട്ടും അവരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വലിയ പ്രോഗ്രസ് ഒന്നും കാണുന്നില്ല. 2-3 മാസമായിട്ട് നമ്മൾ ടെൻഷൻ കാരണം മെയിൽ അയച്ച് ക്ലാരിഫിക്കേഷൻ ഒക്കെ ചോദിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ ആൻസേഴ്സിനൊന്നും അത്ര ക്ലാരിറ്റി പോരാ. കാശ് കൊടുത്തു കഴിഞ്ഞപ്പോൾ നാളെ PR എടുത്തു തരാമെന്ന് പറഞ്ഞ വ്യക്തികൾ 1 വർഷം നമ്മളെ ഓൾമോസ്റ്റ് തേരാപ്പാര അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഓരോ റീസൺസ് പറയും. നമ്മുടെ പ്രൊഫഷന്റെ കോഡ് ഒരു സ്റ്റേറ്റിൽ ഓപ്പൺ ആയി മറ്റേ സ്റ്റേറ്റിൽ ക്ലോസ് ആയി, അതുകൊണ്ട് ഒരു 2 months ആകും അത് ഓപ്പൺ ആകും, അല്ല 3 months ആവും. അങ്ങനെ സോ മെനി റീസൺ. അപ്പം നമുക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള കുറച്ച് ബോധമുള്ളവരാണല്ലോ. അപ്പം നമുക്ക് മനസ്സിലായി ഇത് ഇവര് കിട്ടത്തില്ലെന്നും പറയത്തില്ല, കിട്ടുമെന്നും പറയത്തില്ല, ഇങ്ങനെ അങ്ങ് നീട്ടിക്കൊണ്ട് പോകാനാ ഉദ്ദേശം. പക്ഷെങ്കിൽ അങ്ങനെ അങ്ങ് കിടന്ന് ഉരുണ്ട് കളിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കത്തില്ലല്ലോ. കാര്യം പ്രത്യേകിച്ച് വലിയ പുരോഗതിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു ഈ കൊടുത്ത പൈസയ്ക്കുള്ള പണിയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ ഇവിടെ. അപ്പൊ ഇനി അവർക്ക് എന്തൊക്കെയോ ഫീസ് ട്രാൻസ്ഫർ ചെയ്യുകയും വേണം. ഈ ഏജൻസികളൊന്നും നമ്മുടെ ഫീസ് ഒന്നും തിരിച്ചു തരത്തുമില്ല. നമുക്കൊട്ട് PR ആയില്ലെങ്കിലും ആയാലും. അല്ല, നമ്മൾ ശരിക്കും അടുത്തിട്ട് അവരോട് പറഞ്ഞു നമ്മുടെ പ്രോസസ് ഒന്നെങ്കിൽ സ്പീഡപ്പ് ചെയ്ത് ഒരു ഫൈനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് തിരിച്ച് നമ്മുടെ ഒരു എമൗണ്ട് തരുക. അപ്പം നമ്മുടെ ഏജൻസി നമ്മളെ ചതിച്ചു. നമ്മുടെ 1 ലക്ഷം രൂപയും പോയി. നമ്മുടെ കാനഡ സ്വപ്നം ബാക്കിയായി. ചുരുക്കി പറഞ്ഞാൽ നമ്മളെയും കൊണ്ട് അവർ ഓസ്ട്രേലിയ വെറുപ്പിച്ചു കളഞ്ഞു. അപ്പം നമ്മൾ ഓസ്ട്രേലിയ പോകാൻ പ്ലാൻ ചെയ്തു, നടന്നില്ല. ദൈവം നമുക്ക് വേണ്ടി വേറൊരു പ്ലാൻ ആയിരുന്നു വെച്ചിരുന്നത്. ദൈവത്തിന്റെ മൈൻഡിൽ നമ്മൾ ഈ മനോഹര രാജ്യത്ത് വന്ന് സെറ്റിൽ ആയിക്കോളൂ എന്നായിരുന്നു. കുറച്ച് വൈകിയാണെങ്കിൽ നമ്മൾ തിരിച്ചറിഞ്ഞു. അപ്പൊ നമ്മളെ കനേഡിയൻ സിറ്റിസൺ ആക്കണം എന്നുള്ളത് ദൈവം ഡയറക്ട്ലി ഇടപെട്ടതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി നമ്മൾ ഒരു കൺസൾട്ടൻസി അപ്രോച്ച് ചെയ്തില്ല. ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഇതിന്റെ പേപ്പേഴ്സ് എല്ലാം മൂവ് ചെയ്യുമായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാത്രം എല്ലാം ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഒരു കുഞ്ഞ് കാനഡ PR സ്റ്റോറിയാണേ. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഏജൻസി വഴി പോയാൽ കിട്ടത്തില്ല എന്നല്ല പറയുന്നത്. പലർക്കും പല അനുഭവമായിരിക്കും. ഇപ്പം നിങ്ങൾ നോക്കുമ്പോഴും നിങ്ങളുടെ കുറെ പേര് ഫ്രണ്ട്സ് കിട്ടിക്കാണും, കുറച്ച് പേർക്ക് കിട്ടിക്കാണത്തില്ല. ഏജൻസികളിൽ പോകണ്ട എന്നല്ല പറഞ്ഞത്. പക്ഷെ നമ്മളെല്ലാം നോക്കിയും കണ്ടും വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാൻ. കുറച്ച് പേർക്ക് ബാഡ് എക്സ്പീരിയൻസ് ആയിരിക്കും, കുറച്ച് പേർക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. സ്റ്റുഡൻസ് ആയിട്ട് വരുന്നവരും PR എടുക്കാൻ ട്രൈ ചെയ്യുന്നവരും ഒക്കെ ഏജൻസികളെ അപ്രോച്ച് ചെയ്യും. അപ്പോൾ എല്ലാവരും കുറച്ചൊന്ന് കോഷ്യസ് ആവുക, അതാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഒത്തിരി ഫ്രണ്ട്സ് കമൻസിൽ കൂടെ അവരുടെ സജഷൻസും പിന്നെ ഡൗട്ട്സും ഒക്കെ ഷെയർ ചെയ്തു. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു അത്. നിങ്ങൾ ആ എടുത്ത സമയത്തിന് ഞാൻ ഒന്നുകൂടെ പിന്നെയും നന്ദി പറയുന്നു. ഇന്നത്തെ ഈ കൊച്ചു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പിന്നെ കുറച്ച് പേർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. പിന്നെ നിങ്ങളുടെ സജഷൻസും ഡൗട്ട്സും ഒക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ല. നമുക്ക് വീണ്ടും വേറൊരു വ്ളോഗിൽ കൂടെ കാണാമേ. ബൈ.